യെസ്. അപ്പോൾ സൂര്യ ശിവകുമാറിന്റെ റെട്രോ മെയ് 1 റിലീസായിട്ടുള്ള റെട്രോ ദേ ഇപ്പോൾ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. മോർണിംഗ് 9 o'clock ഫസ്റ്റ് ഫാൻ ഷോ ഒക്കെ തന്നെ കണ്ടു. തിയേറ്ററിൽ സിനിമ കണ്ട എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മോശമില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഫാൻ ഷോ ആയിക്കൊണ്ട് അത്യാവശ്യം മോളുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ പേര് പറയുന്ന പോലെ റെട്രോ എന്ന് പറയുന്ന ഒരു പേരിൽ ഡയറക്ടർ പറഞ്ഞപ്പോൾ തന്നെ ലവ് ലാഫ് വാർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കഥ പോകുന്നത്. അത്യാവശ്യം ലവിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം ചിരിക്കാനുള്ള കണ്ടന്റും ഉണ്ട്, പിന്നെ അത്യാവശ്യം ഒരു വാറിൻ്റെ ഒരു ഫേസും വരുന്നുണ്ട്. ഓവറോൾ ഈ പേര് പോലെ തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ തന്നെയാണ് കഥയും പോകുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ കഥ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെ നോക്കുകയാണെങ്കിൽ മെയിൻ റോൾ സൂര്യ, പൂജ ഹെഗ്ഡെ, പിന്നെ നോക്കുകയാണെങ്കിൽ ജയറാം, ജോജു ജോർജ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്, സ്വാസിക, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത്യാവശ്യം മലയാളം ഒരു ടച്ച് വരുന്നൊരു മൂവി തന്നെയാണത്. അത്യാവശ്യം മലയാളത്തിൽ ഒരുപാട് ആക്ട്രസിൽ വരുന്നുണ്ട്. ഓവറോൾ എല്ലാവരുടെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് തന്നെയാണ്. ഇതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്ന അൽഫോൻസ് പുത്രനാണ്. സോ നമുക്ക് മനസ്സിലാവില്ല, അത്യാവശ്യം ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു രസമുള്ള രീതിയിലാണ് ട്രെയിലർ കാണുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കാൻ, സ്റ്റാറിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ജോജു ജോർജിനാണ്. ജോജു ജോർജ് ഈ സിനിമയിൽ സൂര്യയുടെ ഫാദറായിട്ടാണ് വരുന്നത്. ആ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ നല്ല നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആളുടെ ഒരു ഡയലോഗ് ഡെലിവറി ആവട്ടെ, ആളുടെ ഒരു ആക്ഷൻ സീക്വൻസ് ആവട്ടെ, എല്ലാം നല്ല പഞ്ചിയാണ്. ഞാൻ വിചാരിച്ചത് പുള്ളിക്കാരൻ്റെ ആ ഒരു സിനിമയിലത്തെ ആ ഒരു ക്യാരക്ടർ മൊത്തം ഡബ് ചെയ്യുന്നതാണ്. പക്ഷേ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അയാളുടെ ആ ഒരു ഡയലോഗ് നല്ല പഞ്ചിയാണ്, നല്ല ഡയലോഗ് നല്ല രസമുണ്ട് കേൾക്കാൻ. പിന്നെ നോക്കുകയാണെങ്കിൽ സ്വാസികയാണ്. സിനിമ തുടങ്ങുമ്പോൾ കുറച്ച് നേരം മാത്രമാണ് പുള്ളിക്കാരിയുടെ ഒരു സീക്വൻസ് ഉള്ളതെങ്കിൽ പുള്ളിക്കാരുടെ സൗണ്ട് ഡബ്ഡാണ്, പുള്ളിക്കാരുടെ ഓൺ വോയിസ് അല്ല, ഡബ്ഡാണ്. പിന്നെ ആളുടെ പെർഫോമൻസും കുഴപ്പമില്ലാത്ത പെർഫോമൻസിനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജയറാമിൻ്റെ നമ്മൾ തമിഴ് സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, ചളിയൊക്കെ അടിച്ച് അത്യാവശ്യം ഒരു അയ്യെന്ന് തോന്നുന്ന രീതിയിലാണ് ആളുടെ പെർഫോമൻസ് എങ്കിൽ ആളുടെ നടനമല്ല പറഞ്ഞത്, പുള്ളിക്കാരുടെ ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കോമാളിത്തരം കാണിച്ചു നടക്കുന്ന സീനാണെങ്കിൽ ഈ സിനിമയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ട് അയാൾ പെർഫോം ചെയ്തിട്ടുണ്ട്. അയാളുടെ തമാശകളും കാര്യങ്ങളൊക്കെ ഓൺ ടൈമിലാണ്, നല്ല നല്ല തമാശകളൊക്കെ പറഞ്ഞ് നീറ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അയാളുടെ ക്യാരക്ടറും നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള നല്ല ക്യാരക്ടർ തന്നെയാണ്. അയാളുടെ മെയിൻ കോമഡി എന്ന് പറയുന്നത് ജയറാമിൻ്റെ ഭാഗത്ത് തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ സൂര്യയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സൂര്യ പുതിയൊരു അപ്പിയറൻസിലാണുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കാർത്തിക് സുബ്രാജ് ആണ്. അതിന്റെ മുന്നത്തെ പടം ജിഗർതണ്ഡ ഡബിൾ എക്സ്, ആ ഒരു ജിഗർതണ്ഡ ഡബിൾ എക്സ് എന്നുള്ള സിനിമയ്ക്ക് ആൾക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയില്ല. സോ ആ ഒരു ഡയറക്ടറുടെ ഒരു കഴിവ് ഈ സിനിമയിൽ നന്നായിട്ട് കാണുന്നുണ്ട്. എല്ലാ ക്യാരക്ടറിനെയും നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, സൂര്യ എന്ന് പറയുന്ന പുതിയൊരു ഒരു ക്യാരക്ടറിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നല്ല നീറ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം ആ ഒരു പറയുന്ന പോലെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു നല്ലൊരു പഞ്ച് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ഹാഫ് കണ്ടത്. പിന്നെ നോക്കുകയാണെങ്കിൽ സൂര്യയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സൂര്യ എല്ലാ സിനിമയിലും പോലെ തന്നെ കിടിലമായിട്ടുണ്ട്. സൂര്യക്ക് ഇതൊരു കംബാക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ പ്രീവിയസ് സിനിമയായിട്ടുള്ള കങ്കുവ നോക്കുമ്പോൾ വലിയൊരു കംബാക്ക് തന്നെയാണ്. എന്നാൽ എക്സ്ട്രീംലി നമുക്ക് എന്താ പറയുക, ഒരു വലിയൊരു കംബാക്ക് ആണെന്ന് വെച്ചാൽ അല്ല എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ കഥ നോക്കുമ്പോൾ ഈ കഥയിൽ ഞാൻ കഥയായിട്ട് സ്പോയിലറായിട്ട് പറയുന്നില്ല. എനിവേ കഥയിൽ അത്ര വല്ലാത്തൊരു സംഭവങ്ങളൊന്നും ഇല്ല, എനിക്ക് തോന്നിയില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്, കുഴപ്പമില്ലാത്തൊരു കഥയാണ്. മോശം എന്നല്ല പറഞ്ഞത്, അത്യാവശ്യം നല്ല ചിരിക്കാനും അത്യാവശ്യം നല്ല കഥയുണ്ട്. ഒന്നും മോശമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെയാണ്. പക്ഷേ നമുക്കൊരു ഓവർ ഫാക്ടർ തോന്നാൻ ഈ സിനിമയിൽ എനിക്കും തോന്നി. ഈ സിനിമയിൽ പൂജ ഹെഗ്ഡെ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളിക്കാരൻ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ചാളവാക്കിയിട്ടൊന്നുമില്ല. പുള്ളിക്കാരുടെ ആ ഒരു ലേഡി ഒരു സ്റ്റാർ ഹീറോയിൻ ആകുമ്പോൾ അത് നല്ല നീറ്റായിട്ട് ആളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആളെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓവറോൾ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആവട്ടെ അത്യാവശ്യം നല്ലൊരു രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ എനിക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി യെസ് ഓർ നോ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി ആക്കാൻ മാത്രമുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കങ്ങനെ തോന്നിയില്ല. ഇന്ന് OTT കണ്ടാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്, വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണാം. പക്ഷേ മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ കാണണം എന്ന് പറയാനുള്ള കണ്ടന്റ് ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ സിനിമ ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഹാഫ് നല്ല പഞ്ചായിട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നല്ല ലെസൺ ഉണ്ട്. ഇന്റർവൽ സീക്വൻസിലൊക്കെ നല്ലൊരു ഇനി എന്ന് തോന്നുന്ന രീതിയിലാണ് ഇന്റർവൽ സീക്വൻസിലൊക്കെ വരുന്നത്. പക്ഷേ ഇന്റർവലിന് ശേഷം നോക്കുമ്പോൾ ആകെ മോശം എന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ചും കൂടെ നന്നാക്കാൻ വരും. നമ്മൾ ആ ഒരു ഫസ്റ്റ് ഹാഫിന്റെ എൻഡ് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന വലിയ സംഭവം എന്ന് വിചാരിക്കും. പക്ഷേ ഇന്റർവെല്ലിന്റെ സമയത്ത് ഇന്റർവെൽ കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് അത്ര നമ്മൾ പ്രതീക്ഷിച്ച അത്ര കിട്ടാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും ഇന്റർവെല്ലിന് ശേഷം. ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് തന്നെ എനിക്ക് തോന്നി പേഴ്സണലി കുറച്ചുകൂടി കുടാബിൻ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുടാബിൻ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ BGM മ്യൂസിക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സന്തോഷ് നാരായണനാണ് ഇതിന്റെ BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ ആ ഒരു BGM എനിക്ക് തോന്നുന്നു നോക്കുമ്പോൾ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ പ്രീവിയസ് മൂവി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പണി, ജോർജിന്റെ രണ്ട് പണിയാണ് അയാളുടെ മലയാളത്തിലെ സിനിമ എന്ന് പറയുന്നത്. ഓവറോൾ നോക്കുമ്പോൾ ആളുടെ ഒരു എന്താ പറയുക, ഓർമ്മയിൽ നിൽക്കുന്ന അങ്ങനത്തെ ആ ഒരു ടൂണെന്ന് പറഞ്ഞിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല, സിനിമയിൽ നോക്കുമ്പോൾ അത്യാവശ്യം രസമുണ്ട് കേൾക്കാൻ.
അത് നമുക്കിങ്ങനെ ജയിലർ പോലെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കുന്ന BGM അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. രസമുണ്ട് കേൾക്കാൻ. അങ്ങനത്തെ ഒരു BGM ആണ് ആൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ മാർഷൽ ആർട്ട് സമയത്തൊക്കെ വരുന്ന ട്യൂണുകളും എല്ലാം നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് എടുത്ത് പറയാവുന്ന അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്ന അങ്ങനത്തെ BGM ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ഈ മൂവിയെ പറ്റി പറയാനുള്ളത്. ഈ മൂവി മസ്റ്റ് ഒരു തിയേറ്റർ വാച്ച് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി യെസ് ഓർ നോ എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, കാണണ്ടേ കാണണ്ട, അത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണാൻ മാത്രം ഞാൻ പറഞ്ഞില്ലേ, ഒരു അത്രയും ഇല്ലാത്ത BGM അത്രയും ഇല്ലാത്തൊരു സ്ക്രീൻ പ്ലേ ഞാൻ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല നല്ല സ്ക്രീൻ പ്ലേ കേട്ടോ. കാരണം സൂര്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും കാര്യങ്ങളൊക്കെ അതൊക്കെ നന്നായിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് തിയേറ്ററിൽ തന്നെ മസ്റ്റ് ഇത് കാണണം, ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണണം എന്ന് പറയാൻ മാത്രമൊന്നും എനിക്ക് തോന്നിയില്ല. OTT ആയാലും ഇറ്റ്സ് ഫൈൻ, അത്രയ്ക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, കഥ മോശമാണെന്നോ സിനിമ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും എനിക്കൊരു തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത്രയ്ക്കാണ് എനിക്ക് മൂവിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും ദിസ് ഈസ് ഡേവിഡ് സൈനിങ് ഓഫ്. ബൈ.